2025 ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അലാസ്ക ഉച്ചകോടി ആഗോള ശ്രദ്ധയാകർഷിച്ച ഒരു നയതന്ത്ര സംഗമമായിരുന്നു. കൂടിക്കാഴ്ചയ്ക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് US ഫസ്റ്റ് ലേഡി മെലാനിയ ട്രംപ് എഴുതിയ ഒരു സമാധാന കത്ത് നേരിട്ട് കൈമാറിയ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇപ്പോഴിതാ കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് എങ്ങും. ഈ ഒരു കത്ത് 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ ആക്രമണത്തോടെ തുടങ്ങി 3 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന യുക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളുടെ ദുരിതങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ളതും അതിനു പുറമെ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പുടിനോട് അഭ്യർത്ഥിക്കുന്നതുമായിരുന്നു. കുട്ടികളുടെ സ്നേഹം, സുരക്ഷ, പ്രതീക്ഷ എന്നിവയെക്കുറിച്ചുള്ള കാവ്യാത്മകമായ വാചകങ്ങൾ ഉപയോഗിച്ച് പുടിനെ മനുഷ്യത്വത്തിന്റെ ഒരു കാവൽക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഈ ഒരു കത്ത് എന്നാൽ അതിന്റെ അവ്യക്തമായ ഭാഷയും യുക്രൈനിന്റെ പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ അഭാവവും അതിന്റെ രചനയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ ഒരു വിവാദം ഡിജിറ്റൽ യുഗത്തിൽ ആധികാരികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഈ കത്ത് മെലാനിയ സ്വന്തമായി എഴുതിയതാണോ അതോ AI ഉപയോഗിച്ച് എഴുതിയതാണോ എന്ന ചോദ്യം നയതന്ത്ര തലത്തിലും പൊതുസമൂഹത്തിലും AI-യുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഈ വിഷയം ആധുനിക ലോകത്ത് സാങ്കേതിക വിദ്യയും മനുഷ്യ ആവിഷ്കാരവും തമ്മിലുള്ള അതിരുകൾ മങ്ങുന്നതിന്റെ ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ യുദ്ധം, കുട്ടികളുടെ അവകാശങ്ങൾ, നയതന്ത്ര ധാർമ്മികത എന്നിവയെക്കുറിച്ചുള്ള ആഗോള സംഭാഷണങ്ങളിലേക്ക് ഒരു പുതിയ തലം സൃഷ്ടിച്ചു. അലാസ്ക ഉച്ചകോടി യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു നിർണായക നയതന്ത്ര സംഭവമായിരുന്നു. 2014 റഷ്യ ക്രിമിയ പിടിച്ചെടുത്തതോടെ തുടങ്ങിയ ഈ സംഘർഷം 2022 റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള ആക്രമണത്തോടെ അതിന്റെ ഏറ്റവും ദാരുണപൂർണമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും യുക്രൈനിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുകയും ഒക്കെ ചെയ്യും. ഈ യുദ്ധത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരിൽ ഒരു വിഭാഗവും കുട്ടികളാണ്. UN റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിന്റെ ആദ്യ വർഷത്തിൽ തന്നെ 200-ലധികം കുട്ടികളെ റഷ്യയിലേക്കോ അല്ലെങ്കിൽ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലേക്കോ നിർബന്ധിതമായി മാറ്റി. എന്നാൽ യേൽ സർവകലാശാലയുടെ ഗവേഷകർ 35,000-ലധികം കുട്ടികൾ ഇത്തരത്തിൽ മാറ്റപ്പെട്ടതായും കൂടാതെ യുക്രൈനിന്റെ മനുഷ്യാവകാശ കമ്മീഷണർ 19,500-ലധികം കുട്ടികളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. ഈ കുട്ടികളിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഇതുവരെ തിരികെ എത്തിയത്. 2023 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഈ നിർബന്ധിത കുടിയേറ്റങ്ങളെ യുദ്ധക്കുറ്റമായി കണക്കാക്കി. പുടിനെതിരെയും അതുപോലെ റഷ്യയുടെ കുട്ടികളുടെ കമ്മീഷണർ മരിയ ലവോവ ബലൂബ്കയ്ക്ക് എതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നിട്ടും മെലാനിയയുടെ കത്തിൽ ഈ ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം എല്ലാ കുട്ടികളും ഒരേ നിശബ്ദ സ്വപ്നങ്ങൾ പങ്കിടുന്നുവെന്നും നാം ഒരു മാന്യമായ ലോകം സൃഷ്ടിക്കണമെന്നും പോലുള്ള പൊതുവായ പ്രസ്താവനകൾ ഉപയോഗിച്ചു. മെലാനിയ ട്രംപിന്റെ ഔദ്യോഗികമായ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കത്ത് പങ്കുവച്ചതിന് പിന്നാലെ X പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിന്റെ രചനയെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായി. കത്തിലെ വാചകങ്ങൾ, വ്യക്തമല്ലാത്ത ആശയങ്ങൾ, അതുപോലെ ഭാഷയൊക്കെ AI-യുടെ സവിശേഷതകളാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി കത്തിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. യുക്രൈന്റെ വിദേശകാര്യമന്ത്രി ആൻഡ്രി സെബിഹ മുഖേനെ യുദ്ധത്തിൽ നിർബന്ധിതമായി കൊണ്ടുപോകപ്പെട്ട യുക്രൈനിയൻ കുട്ടികളുടെ വിഷയത്തിലേക്ക് ശ്രദ്ധ ആകർഷിച്ചതിന് മെലാനിയോട് സെലൻസ്കി നന്ദി പ്രകടിപ്പിച്ചു. ഈ അംഗീകാരം കത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. യുക്രൈൻ റഷ്യയുടെ ഈ പ്രവർത്തനങ്ങളെ യുദ്ധക്കുറ്റമായി വിശേഷിപ്പിക്കുകയും കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ ശക്തമായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മെലാനിയയുടെ കത്ത് ഈ പ്രശ്നങ്ങളെ നേരിട്ട് പരാമർശിക്കാതെ അവ്യക്തമായൊരു സ്വരം സ്വീകരിച്ചതിനാൽ അത് പുടിനെ നേരിട്ട് വിമർശിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ തീരുമാനമാണോ അതോ AI-യുടെ പൊതുവായ അപകടരഹിതമായ ശൈലിയുടെ ഫലമാണോ എന്ന ചോദ്യം ഉയർത്തുന്നു. ഇനി ട്രംപ് തന്നെ കഴിഞ്ഞ മാസം മെലാനിയ യുദ്ധത്തിൽ വളരെ അസ്വസ്ഥയാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കത്തിൽ അവരുടെ വ്യക്തിപരമായ വികാരങ്ങളോ ഒരു അമ്മയെന്ന നിലയിലുള്ള അനുഭവങ്ങളോ പ്രതിഫലിക്കുന്നില്ല എന്നത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. ഒരു മനുഷ്യൻ എഴുതിയ കത്താണെങ്കിൽ മെലാനിയയുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ, യുദ്ധബാധിത പ്രദേശങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിലുള്ള അവരുടെ വീക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെട്ടേക്കാമായിരുന്നു. ഇത് കത്തിന് ആധികാരികത നൽകുമായിരുന്നു. എന്നാൽ അതിന്റെ പൊതുവായ ശൈലിയും വ്യക്തിപരമായ ബന്ധങ്ങളുടെ അഭാവവും AI-യുടെ സൃഷ്ടിയായി തോന്നിപ്പിക്കുന്നു. മെലാനിയയുടെ ഉദ്ദേശങ്ങൾ യഥാർത്ഥമാണെന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുമ്പോൾ വിമർശകർ ഇതിനെ ഒരു ശൂന്യമായ ആംഗ്യമായാണ് കാണുന്നത്.